coming in. A police complaint has been filed alleging that Union Minister and Thrissur MP Suresh Gopi has been missing from his constituency. The complaint lodged with Thrissur East Police by Kerala Students' Union District President Gokul Guravayur claims that the minister has not been seen in the area since the arrest of Malayali nuns in Chhattisgarh, a case he had described as fabricated. Complaint also claims that Suresh Gopi is absent from the constituency for 2 months. So that's the breaking news that's coming in. A police complaint has now been filed alleging that Union Minister and Thrissur MP Suresh Gopi has been missing from his constituency. And this complaint has been lodged with Thrissur East Police by Kerala Students' Union District President, who claims that the minister has not been seen in the area since the arrest of the Malayali nuns in Chhattisgarh, and a case that he had described as fabricated. And the complaint also claims that Suresh Gopi has been absent from the constituency for over 2 months. താമരശ്ശേരി പിതാവ് പോൾ ചിറ്റലപ്പള്ളിക്കെതിരെ നികൃഷ്ടജീവി എന്ന് വിളിച്ച ആളാണ് പിണറായി വിജയൻ. ഇവർക്ക് പ്രീണന രാഷ്ട്രീയത്തിന്റെ ഭാഗമായി ഇവിടുത്തെ ജനാധിപത്യ സംവിധാനങ്ങളെ നേരെ ഇവർ നടത്തുന്ന കടന്നുകയറ്റങ്ങൾക്കെതിരെ ഡിവൈഎഫ്ഐ CPM ഇവിടെ മിണ്ടാതിരിക്കുകയാണ്. ഘടകകക്ഷികൾ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് അവർക്കെതിരെ മിണ്ടാൻ സ്വാതന്ത്ര്യമില്ലാത്ത അവസ്ഥയാണുള്ളത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭാഗമായ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിന് പിതാക്കന്മാരെ കുഴലൂത്തുകാരെന്ന് വിളിച്ച ഡിവൈഎഫ്ഐയുടെ നിലപാട് എന്താണെന്ന് അറിഞ്ഞാൽ നന്നായിരുന്നു. കോങ്കോയിൽ ആക്രമണം നടന്നപ്പോ നിങ്ങൾ മിണ്ടിയില്ല. നൈജീരിയയിൽ ക്രൈസ്തവർക്ക് നേരെ ആക്രമണം നടന്നപ്പോഴും നിങ്ങൾ മിണ്ടിയില്ല. ഛത്തീസ്ഗഡ് സംഭവം നടന്ന അതേ ദിവസങ്ങളിലാണ് കോങ്കോയിൽ IS ആക്രമണത്തിൽ 40 ക്രൈസ്തവർ മരിച്ചത്. നിങ്ങൾ മിണ്ടിയില്ല. കേരളത്തിൽ പാലായിൽ കല്ലറങ്ങാട്ട് പിതാവിനെതിരെ ആക്രമണം ഉണ്ടായപ്പോൾ അദ്ദേഹത്തിന് നേരെ ഇവര് കൊല വിളിച്ചപ്പോൾ നിങ്ങൾ മിണ്ടിയില്ല. ഇവിടെ മുനമ്പത്ത് പാവപ്പെട്ട 610 കുടുംബങ്ങൾ അവരുടെ ജീവിതം നിലനിർത്തുവാനായി, അവരുടെ ജീവനും സ്വത്തും നിലനിർത്തുവാനായി പോരാട്ടം നടത്തിയപ്പോ നിങ്ങൾ അവർക്കെതിരെ നിലപാട് സ്വീകരിച്ചു, വഖഫിന് അനുകൂലമായി. ഇവർ തമ്മിൽ ഇപ്പൊ LDFും UDFും തമ്മിൽ നടത്തുന്ന മത്സരം ഒന്നേ ഉള്ളൂ. ആരാണ് കൂടുതൽ കേരളത്തിലെ പൊളിറ്റിക്കൽ ഇസ്ലാമിനെ പ്രീണിപ്പിക്കുക എന്നത് മാത്രമാണ്. ഈ സംസ്ഥാനത്ത് മതേതര പാർട്ടി എന്നറിയപ്പെടാൻ ആകെ യോഗ്യതയുള്ളത് ഇന്ന്